അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ സ്കെയർ ക്രോസ്. ഡയറക്ടർ വില്യം വെസ്ലി സംവിധാനം ചെയ്ത് 2017 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ സസ്പെൻസ് മൂവിയാണ് സ്കെയർ ക്രോസ്. സിനിമയുടെ തുടക്കം ഒരു കൃഷിയിടത്തിൽ കോലങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ ഒരു കോലം കിടന്നനങ്ങുന്നത് നമുക്ക് കാണാം. കാരണം അതിനകത്തുള്ളത് ജീവനുള്ള ഒരു പാവം യുവതിയായിരുന്നു. അവൾ ജീവന് വേണ്ടി കിടന്ന് യാചിക്കുന്നു. അന്നേരം അവിടേക്കൊരു കാക്ക പറന്നെത്തി അവളുടെ മാംസം കൊത്തിയെടുത്ത് പറന്നു പോവുകയാണ്. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ. ആ കൃഷിയിടത്തിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് കാറിൽ 4 കൂട്ടുകാർ ട്രിപ്പ് വരികയാണ്. ആലീസ്, ജെന്നി, ആദം, ജെയിംസ് എന്നീ പേരാണ് ഇവർ 4 പേർക്കും. എത്തിയ ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന 2 യുവതികൾ മൂത്രമൊഴിക്കാൻ വേണ്ടി കുറച്ചകലെ പോകുന്നു. ഈ ഒരു നേരത്തെ മുമ്പിലത്തെ ഗ്ലാസ്സിൽ ഒരു മനുഷ്യന്റെ തള്ളവിരൽ ബ്ലഡോടുകൂടി വന്ന് വീഴുന്നു. ഇത് കണ്ടതോടെ 2 പേർക്കും കാര്യം മനസ്സിലായി. ആകെ പേടിച്ച് ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് പുറത്തേക്ക് നോക്കുകയാണ്. നോക്കിയ പാടെ അവർക്ക് കാര്യം മനസ്സിലാകുന്നു. അത് ഒരു കാക്ക കൊണ്ടിട്ടതാണെന്ന്. തുടർന്ന് ഈ കാര്യം പോലീസിൽ അറിയിക്കണമെന്ന് ആദം പറയുമ്പോൾ, അയ്യോ അത് വേണ്ട, ഇനി ഈ കേസിന്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും, പോരാത്തതിന് നമ്മുടെ ഈ ട്രിപ്പും കുളമാകുമെന്ന് ജെയിംസ് പറയുന്നു. ഒപ്പം ഈ കാര്യം നമ്മൾ അവരോടും പറയണ്ടെന്ന് ഇരുവരും തീരുമാനിക്കുന്നു. അങ്ങനെ വൈപ്പർ കൊണ്ട് വിരൽ കഷ്ണം മാറ്റുകയും യുവതികൾ കാണാതെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. പിന്നീട് പ്ലാൻ പ്രകാരം തടാകം അന്വേഷിച്ച് 4 പേരും ആളൊഴിഞ്ഞ സ്ഥലത്ത് മുന്നോട്ട് നടക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ആരും പ്രവേശിക്കരുതെന്ന് ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിലും അതിനെ ലംഘിച്ചവർ ഉള്ളിലോട്ട് പോകുന്നു. അവർ നടന്നുപോയത് ആ ഭീകരമായ കൃഷിയിടത്തിന്റെ സൈഡിൽ കൂടെയാണ്. ഈ സമയം ആലീസ് എന്ന പെണ്ണ് കാക്ക കൊത്തിയെടുത്തുകൊണ്ട് പറന്ന വിരൽ കഷ്ണം കാണാനിടയാകുന്നു. ഈ കാര്യം അവൾ അവരോട് പറഞ്ഞിരുന്നെങ്കിലും ട്രിപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടി ജെയിംസ് അതൊരു പുഴുവായിരിക്കും, നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞ് വിഷയം അവിടെ മാറ്റുന്നു. എന്നാൽ അവൾ പറഞ്ഞ കാര്യം സത്യമാണെന്നും അതൊരു മനുഷ്യന്റെ വിരൽ തന്നെയാണെന്നും ആദത്തിനും ജെയിംസിനും മാത്രമേ അറിയാവൂ. ഈ ഒരു സമയത്ത് തന്നെ കർഷകൻ കോലമാക്കി വെച്ചിരുന്ന ഒരു പാവപ്പെട്ട യുവാവ് എങ്ങനെയൊക്കെ കെട്ടഴിച്ച് രക്ഷയ്ക്കായി വിളിച്ചുകൊണ്ട് കൃഷിയിടത്തിലൂടെ ഓടുമ്പോൾ ക്രൂരനായ കർഷകൻ അവിടേക്കെത്തി അവനെ പിടികൂടുകയും കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ ഈ 4 കൂട്ടരും അവസാനം ആ തടാകത്തിൽ വന്ന് ചേരുകയാണ്. തുടർന്ന് സന്തോഷത്തോടെ തടാകത്തിലിറങ്ങി സമയങ്ങൾ ചിലവഴിക്കുന്നു. ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് കരയിൽ വെച്ച് ആദം ആലീസിനെ പ്രപ്പോസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് യുവതികളെ അവിടെ ഇരുത്തി ആഹാര സാധനം എടുക്കാൻ വേണ്ടി ജെയിംസും ആദവും കാറിലേക്ക് തിരിച്ചു പോകുന്നു. തിരിച്ചെത്തിയ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. അവിടെ അവരുടെ കാർ ഉണ്ടായിരുന്നില്ല, ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ച് 2 പേരും വഴക്കാവുകയും ചെയ്യുന്നു. ഈ നേരം ഇവിടെ കൃഷിയിടത്തിൽ നിന്നും ഭീകരമായ സൗണ്ട് കേട്ട് 2 പെണ്ണുങ്ങളും പേടിച്ച് തിരിഞ്ഞോടുകയാണ്. തിരിച്ചെത്തിയ യുവതികൾ കണ്ടത് ആദവും ജെയിംസും തമ്മിൽ പൊരിഞ്ഞ ഇടി. ഇവരെ കണ്ടതും 2 പേരും അടിപിടി നിർത്തി തങ്ങളുടെ കാർ മോഷ്ടിക്കപ്പെട്ടെന്ന ദുഃഖകരമായ കാര്യം അവരോട് പറയുന്നു. ഈ സംസാരത്തിനിടയിൽ ദൂരെ നിന്നും ആ കർഷകനെ ഇവർ കാണുകയാണ്. കണ്ടപാടെ സഹായത്തിനായി വിളിച്ചുകൊണ്ട് 4 പേരും അങ്ങോട്ടേക്ക് ഓടുന്നു. എന്നാൽ അവിടെ എത്തി നോക്കുമ്പോഴേക്കും കർഷകൻ അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് മുള്ളുകമ്പികൾക്കിടയിലൂടെ കൃഷിയിടത്തിൽ അവർ ചാടുകയാണ്. പക്ഷേ ജെയിംസ് ചാടുന്നതിനിടയ്ക്ക് മുള്ളുകമ്പിയിൽ കാലുകൊണ്ട് കൊളുത്തി ഗുരുതരമായ പരിക്ക് പറ്റുന്നു. അങ്ങനെ അവനെയും താങ്ങിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കർഷകന്റെ വീടിന് ലക്ഷ്യം വെച്ചവർ നടക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ജെയിംസ് വല്ലാതെ ക്ഷീണിതനാകുന്നു. അതിനാൽ മുമ്പിൽ കണ്ട കോലത്തിനടുത്ത് ജെയിംസിനെ ഇരുത്തി ഒപ്പം ആലീസിനെയും ഇരുത്തി നമ്മൾ ആ വീട്ടിൽ പോയി ആരെയെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആദവും ജെന്നിയും കൂടെ കൃഷിയിടത്തിന്റെ ഒത്ത നടുക്കുകൂടെ പോകുന്നു. സമയമേറെ ഇരുട്ടി തുടങ്ങി. പോകുന്ന വഴിക്ക് ആ കർഷകൻ അപ്രതീക്ഷിതമായി ആദത്തിനെ അടിച്ചിടുകയാണ്. തുടർന്ന് ജെന്നിയെയും പിടികൂടുന്നു. അവസാനം ബോധം പോയി കിടന്ന അവരെ വലിച്ചഴിച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ അവരെയും കാത്ത് ജെയിംസും ആലീസും കോലത്തിനടുത്ത് ഇരിക്കുകയാണ്. കർഷകൻ അവരെയും കൊണ്ട് വീട്ടിൽ വന്ന് ജെന്നിയെ ഒരു കസേരയിലിരുത്തി ലോക്ക് ചെയ്തിട്ട് ചാക്ക് ചരടും സൂചിയും എടുത്ത് അവളുടെ ചുണ്ടുകളെ കൂട്ടിത്തയ്ക്കുന്നു. തുടർന്ന് ആദത്തിനെ മയങ്ങാനുള്ള മരുന്ന് കുത്തിവെക്കുകയാണ്. ഇത് കണ്ട് വേദനയോടെ ജെന്നി അലറിയെങ്കിലും അവളെയും മരുന്ന് കുത്തി ബോധം കെടുത്തുന്നു. എന്നിട്ട് കോലത്തിൽ നാട്ടുവാൻ വേണ്ടി ചാക്കെടുത്ത് അവളുടെ ദേഹത്തിടുന്നു. എന്നാൽ ഈ സമയം ഇവിടെ ആലീസ് തൊട്ടടുത്തിരുന്ന കോലത്തിനുള്ളിൽ നിന്നും പുഴുവരിക്കുന്നത് കാണാനിടയാവുകയും അത് ജെയിംസിനോട് പറയാൻ തുടങ്ങുമ്പോൾ അവനെ അവിടെ കാണാതാവുകയും ചെയ്യുന്നു.
അങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും ഒരു അപരിചിതൻ വന്ന് നിങ്ങളെയൊക്കെ അവൻ കൊല്ലും, രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ഒപ്പം വരൂന്ന് പറഞ്ഞ് അവളെ വിളിച്ചു കൊണ്ടുപോകുന്നു. ആലീസിനെ കൊണ്ടുപോയത് അയാളുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് മോഷണം പോയ തങ്ങളുടെ കാറ് കിടക്കുന്നത് കണ്ട് അവളുടെ മനസ്സിൽ ഇയാൾ ദുഷ്ടനായിരിക്കുമെന്ന് തോന്നിയിരുന്നെങ്കിലും അയാൾ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞതിനാൽ വിശ്വസിച്ച് വീട്ടിനകത്തേക്ക് പോകുന്നു. എന്നാൽ ഈ വീട് ആ കർഷകന്റെ വീടായിരുന്നു. ഇവളെ രക്ഷിച്ച ഇയാൾ കർഷകന്റെ മകനും കൂടിയാണ്. തുടർന്ന് കാര്യങ്ങളെല്ലാം ആലീസിനോട് തുറന്നു പറയുന്നു. തന്റെ അമ്മയെ ഒരു അപരിചിതൻ വന്ന് ഈ കൃഷിയിടത്തിൽ വെച്ച് കൊന്നുകളഞ്ഞെന്നും എന്റെ അച്ഛൻ അമ്മയുടെ മൃതശരീരം ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ പകരമായി ഈ കൃഷിയിടത്തിൽ വരുന്നവരെയെല്ലാം പിടിച്ച് കോലമാക്കി ഇവിടെ വെക്കുമെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് ആലീസാകെ ഞെട്ടിവിറച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും കർഷകൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കണ്ട മകൻ അവളോട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ പുറത്ത് കൊണ്ടിട്ട് ജെയിംസിന്റെ ബോഡി അകത്തേക്ക് കൊണ്ടുവരാൻ കർഷകൻ മകനോട് പറയുന്നു. അതുപ്രകാരം അവന്റെ ശരീരം അയാൾ എടുത്തുകൊണ്ട് വരികയാണ്. തുടർന്ന് ആദത്തിനെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് കോലമാക്കി വെക്കാൻ വേണ്ടി കുരിശിൽ കൊണ്ടുവന്ന് ആണിയടിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് മനസ്സ് പൊട്ടി ആലീസ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇത് ചെയ്യരുത്, ഇത് നിർത്തണമെന്ന് കർഷകനോട് അപേക്ഷിക്കുന്നു. സ്വയം രക്ഷയ്ക്ക് അവിടെ നിന്നും ഒരു ആയുധം കൂടി അവൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് വന്ന കർഷകനെ അവൾ കൊല്ലാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിനെ തടുത്ത് അവളെ അടിച്ചിടുകയാണ്. ശേഷം ബാക്കി എല്ലാവരെയും മകന്റെ സഹായത്തോടുകൂടി കോലമാക്കി പുറത്തു വയ്ക്കുന്നു. ആ സമയത്ത് ആദം ബോധം വന്ന് ജീവന് വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. പിന്നീട് മകൻ വീട്ടിൽ വന്ന് ആലീസിന്റെ മുഖത്ത് നിന്നും ചാക്ക് മാറ്റിയിട്ട് അവളുടെ കെട്ടഴിച്ച് ഇവിടെ നോടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ സമയത്ത് തന്നെ കർഷകൻ വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. തന്റെ മകൻ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് കർഷകന് മനസ്സിലാവുകയും ചെയ്യുന്നു. തുടർന്ന് ഇവളെ ഒന്നും ചെയ്യരുത്, ഇവളെ മാത്രം രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന് മകൻ അച്ഛനോട് യാചിക്കുന്നു. ഒപ്പം ആലീസിനോട് ഓടാനും പറയുന്നു. ഇത് കേട്ടതോടെ ജീവനും കൊണ്ട് അവൾ ഓടി മറയുകയാണ്. പക്ഷേ ക്രൂരനായ കർഷകൻ ഈ ഒരു സംഭവത്തെ തുടർന്ന് സ്വന്തം മകനെ കുത്തി കൊലപ്പെടുത്തുന്നു. അവൾ കൃഷിയിടത്തിലൂടെ കഴിവതും വേഗത്തിൽ ഓടുകയാണ്. അപ്പോഴേക്കും മുമ്പിലായി ഒരു കോലം നിൽക്കുന്നത് കാണുന്നു. അതിന്റെ മുഖം മൂടി അടിച്ചു നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. അത് അവളുടെ സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരി ജെന്നി ആയിരുന്നു. തുടർന്ന് അവളുടെ ശരീരത്തിൽ നിന്നും ഒരു ആണിയെടുത്ത് സ്വയം രക്ഷയ്ക്ക് കരുതി വീണ്ടും മുന്നോട്ടോടുന്നു. വീണ്ടും പോകുമ്പോൾ മുന്നിലതാ മറ്റൊരു കോലം. ഇതും തന്റെ കൂട്ടുകാരായിരിക്കുമെന്ന് കരുതി പതുക്കെ പതുക്കെ അടുത്തു പോകുമ്പോൾ പെട്ടെന്ന് കോലം ചാടി അവളുടെ നേരെ വരുന്നു. അതാ കർഷകനായിരുന്നു. അയാൾ അവളെ പിടികൂടുകയും ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആണി കൊണ്ട് കർഷകന്റെ മുഖത്ത് കുത്തിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ വീണ്ടും ഒരു കോലത്തെ കൂടി അവൾ കാണാനിടയാവുകയാണ്. അതിന്റെ മുഖം മൂടി അടിച്ചു നോക്കുമ്പോൾ അത് ആദമായിരുന്നു. അവൻ വേദന കൊണ്ട് പിടയുകയാണ്. തുടർന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് കർഷകൻ അവിടേക്ക് വന്ന് അവളെ അടിച്ചിടുകയും ആദത്തിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് അവൾക്ക് നേരെ തിരിയുമ്പോൾ ആലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവസാനം റോഡിനരികെ എത്തിയെങ്കിലും കാല് തന്നെ കല്ലിൽ വന്ന് തലയിടിച്ച് ബോധം കെട്ടുപോകുന്നു. കുറച്ചു നേരത്തിന് ശേഷം ബോധം എഴുന്നേറ്റ് നോക്കുമ്പോൾ മുമ്പിലായി ഒരു കാറ് കിടക്കുന്നത് അവൾ കാണുന്നു. അവൾ ഉറക്കെ വിളിച്ചിരുന്നെങ്കിലും വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചിരുന്നതിനാൽ അകത്തുള്ളവർ ഇത് കേൾക്കാനിടയായില്ല. അവൾ ഇഴഞ്ഞ് ഡോറിനടുത്ത് എത്തിയെങ്കിലും കർഷകൻ അവിടേക്ക് വന്ന് അവളെ പിടിച്ചുകൊണ്ട് കൃഷിയിടത്തിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ. ഇത് സിനിമയുടെ തുടക്കം കാണിച്ച രംഗങ്ങളാണ്. അവിടെ കോലത്തിൽ വെച്ചിരുന്നത് നമ്മുടെ ആലീസിനെയാണ്. കാക്കകൾ വന്ന് അവളെ കൊത്തിയെടുക്കുന്നു. അവൾ ജീവന് വേണ്ടി പിടയുന്ന സമയത്ത് മുഖത്തെ മുഖം മൂടി അഴിഞ്ഞ് താഴെ വീഴുകയാണ്. രക്ഷയ്ക്കായി കരഞ്ഞിരുന്നെങ്കിലും ആ കരച്ചിൽ കേൾക്കാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം കൃഷിയിടത്തിന്റെ ഒത്ത നടുക്കായിരുന്നു കർഷകൻ അവളെ വെച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം അവിടെ തടാകത്തിൽ മറ്റൊരു കൂട്ടർ ട്രിപ്പ് വരികയാണ്. ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവർ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. കാറിനടുത്ത് ഒരു മനുഷ്യന്റെ വിരൽ കാക്കകൾ കൊത്തിക്കൊണ്ടിട്ടിരിക്കുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.